ലോകത്തിൻ്റെ സ്വത്തായ മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹ് അഞ്ചു നേരം ബാങ്കിൻ്റെ ഈരടികൾ കൂട്ടുന്നതിന് വേണ്ടിയല്ല അല്ലാഹുവിൻ്റെ ഹബീബിനെ വിളിച്ചോതപ്പെടുന്നത്. എല്ലാ പള്ളിൻ്റെ മുനാരങ്ങളിൽ നിന്നും കേൾക്കുന്ന ശബ്ദമാണ്. എന്തു മാധുര്യത്തോടെയാണ് അവിടുത്തെ മുക്രികൾ വിളിച്ചോതുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൈ നമസ്കാരത്തിലായാലും നിസ്കാര ഫർദുകളിലായാലും മുത്ത് ഹബീബിൻ്റെ പേരില്ലേ ആ നമസ്കാരമല്ല. ഏതിലാണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് പറയാത്തത്? ഏത് സംവിധാനത്തിലാണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് വിളിച്ചോതാത്തത്? എല്ലാ സംവിധാനങ്ങളിലും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് വിളിച്ചോതപ്പെടുന്നില്ലേ? അത് തന്നെ ഏറ്റവും വലിയ തെളിവാണല്ലോ അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കേണ്ടത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അങ്ങേ ലോകത്ത് സർവ്വ സംവിധാനങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ എല്ലാമെല്ലാമായാണ് നബിയെ അങ്ങേ നാം അയച്ചിരിക്കുന്നതെന്നോ ആ വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാം. വാപ്പയോടെങ്ങനെ പെരുമാറണം, ഉമ്മയോടെങ്ങനെ പെരുമാറണം, അയൽവാസിയോടെങ്ങനെ പെരുമാറണം, അവർ ഏതെല്ലാം ജീവിതത്തിൽ മുന്നേറിയവരാണെന്നെല്ലാം വളരെ യഹ്തിമാലോടെ ലോകത്തോട് വിളിച്ചോതിയ നൂറേ. സ്വന്തം അതാ വീട്ടിൽ വരുന്നവനോട് ഒന്നുമില്ലെങ്കിലും അംറുംബിൽ മഅറൂഫ് സദഖ, നല്ല കാര്യം പറയല് പുഞ്ചിരിക്കല് പോലും സദഖയാണെന്ന് പഠിപ്പിച്ച വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ. ആരെതിർത്താലും ആ 220 കോടി മുസൽമാന്റെ ആവേശത്തിന്റെ തേങ്കടലെ സർവ സംവിധാനങ്ങളുടെയും ആ പുഞ്ചിരിയുടെ സാന്നിധ്യത്തിൻ്റെയും എല്ലാവിധമായ അഖ്ലാഖിൻ്റെയും ഉത്തമനായ വഴികാട്ടിയേ മുഹമ്മദ് മുസ്തഫ.